അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വീണ്ടും ഒരു റബീഇനെ സ്വാഗതം ചെയ്യാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുകയാണ്. ലോകത്താകമാനമുള്ള സർവ്വചരാചരങ്ങളും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കുമെന്ന് നാം പഠിച്ചു മനസ്സിലാക്കിയതാണ്. പരിശുദ്ധമായിരിക്കുന്ന ഖുർആനു ഷരീഫിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് പറഞ്ഞത്? സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله فتربصوا حتى يأتي الله بأمره. സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്താണ്. നബിയെ തങ്ങൾ പറയുക, ഇൻകാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും, നിങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ഭാര്യമാർ, നിങ്ങൾ താമസിക്കുന്ന വീട്, നിങ്ങളുടെ സമ്പത്ത്, ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെങ്കിൽ എന്തിനേക്കാൾ മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനേക്കാളും അവൻ്റെ പ്രവാചകനേക്കാളും ഇതൊക്കെയാണോ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എങ്കിൽ നിങ്ങളുടെ കാര്യം കഷ്ടമാണ്. ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, നിങ്ങൾ കാത്തിരുന്നോളൂ, അള്ളാഹു നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് കാത്തിരുന്നോളൂ. വളരെ ശക്തമായിരിക്കുന്ന ഒരു താക്കീതാണ് ഇമാം ഖുർത്തുബി തങ്ങളൊക്കെ പറഞ്ഞത്. വളരെ ശക്തമായ ഒരു താക്കീതാണ് ഇവിടെ തരുന്നത്. സമഖ്ശരി തങ്ങളും അത് തന്നെയാണ് പറഞ്ഞത്. ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇനി വേറൊന്ന് പറയാനില്ല എന്നാണ് സമഖ്ശരി തങ്ങൾ പറഞ്ഞത്. ഖാലി അയാൾ ഇങ്ങനെ നിരവധി തഫ്സീറുകളിലൊക്കെ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇവിടെ പ്രവാചകനോടുള്ള സ്നേഹം നമുക്ക് നിർബന്ധമാണ് എന്ന് വളരെ ശക്തമായ രൂപത്തിൽ അള്ളാഹു ആഹ്വാനം ചെയ്യുന്നു എന്ന ഹദീസു ഷരീഫിൽ പറയുന്നത് എന്താ? ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മഹാനായിരിക്കുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം